വചനം 248. വഖാല ലഹും, അവരോട് പറയുകയും ചെയ്തു, നബിയുഹും, അവരുടെ നബി, ഇന്ന ആയത, നിശ്ചയമായും ദൃഷ്ടാന്തം, മുൽക്കിഹി, അദ്ദേഹത്തിൻ്റെ രാജത്വത്തിൻ്റെ, അയ്യഅ്തിയക്കും, നിങ്ങൾക്ക് വരുകയാണ്, അത്താബൂത്തു, താബൂത്ത്, പെട്ടി, പേടകം, ഫീഹി, അതിലുണ്ട്, ഉണ്ടായിരിക്കും, സക്കീനത്തുൻ, ശാന്തി, സമാധാനം, അടക്കം, മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കൽ നിന്ന്, വബഖിയ്യത്തുൻ, അവശിഷ്ടവും മിച്ചപ്പെട്ടതും, മിമ്മാ തറക, വിട്ടുപോയതിൽ നിന്ന്, ആലു മൂസ, മൂസായുടെ ആൾക്കാർ, വ ആലു ഹാറൂൻ, ഹാറൂന്റെ ആളുകളും, തഹ്മിലുഹു, അതിനെ വഹിക്കും, അൽ മലായികതു, മലക്കുകൾ, ഇന്ന ഫീ ദാലിക, നിശ്ചയമായും അതിലുണ്ട്, ലആയതൻ ലക്കും, നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നെ, ഇൻ കുൻതും, നിങ്ങളാകുന്നുവെങ്കിൽ, മുഅ്മിനീൻ, വിശ്വാസികൾ. وقال لهم نبيهم إن آية ملكه أن يأتيكم التابوت فيه سكينة من ربكم وبقية مما ترك آل موسى وآل هارون تحمله الملائكة إن في ذلك لآية لكم إن كنتم مؤمنين. അവരുടെ പ്രവാചകൻ അവരോട് വീണ്ടും പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ രാജത്വത്തിൻ്റെ ദൃഷ്ടാന്തം ആ താബൂത്ത് അഥവാ പെട്ടകം നിങ്ങൾക്ക് വന്നെത്തുകയാണ്. അതിൽ നിങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് മനഃശാന്തിയും മൂസായുടെ ആൾക്കാരും ഹാറൂന്റെ ആൾക്കാരും വിട്ടേച്ചു പോയതിൽ നിന്നുള്ള ചില അവശിഷ്ടങ്ങളും ഉണ്ടായിരിക്കും. മലക്കുകൾ അത് വഹിച്ചു കൊണ്ടുവരുന്നതാണ്. നിശ്ചയമായും അതിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. വചനം 248 വിശദീകരണം. ത്വാലൂത്തിനെ രാജാവായി നിയമിച്ചതിൽ ഇസ്രായേല്യർ തൃപ്തരായിരുന്നില്ലെന്ന് മുമ്പ് വിവരിച്ചതിൽ നിന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാജത്വത്തിനും അദ്ദേഹം അവരെ നയിക്കുവാൻ പറ്റിയ ആളാണെന്നുള്ളതിനും ഒരു ദൃഷ്ടാന്തം പ്രവാചകൻ അവരെ അറിയിച്ചു. നിങ്ങളിൽ നിന്ന് ശത്രുക്കൾ മുമ്പ് പിടിച്ചെടുക്കുകയും അതുമൂലം നിങ്ങൾ വളരെയധികം മനസ്താപത്തിലും പതിതത്വത്തിലുമായി തീരുകയും ചെയ്ത ആ പെട്ടകം അഥവാ അത്താബൂത്ത് നിങ്ങളുടെ യാതൊരു പരിശ്രമവും കൂടാതെ നിങ്ങൾക്ക് തിരിച്ചു വരുന്നതാണ്. മലക്കുകളായിരിക്കും അത് കൊണ്ടുവരിക. ഇതാണ് ആ ദൃഷ്ടാന്തം. ഇതവർക്ക് ആവേശവും മനോവീര്യവും മനസ്സമാധാനവും ഉണ്ടാക്കുന്നതാണെന്ന് പറയേണ്ടതില്ല. അതാണ് അതിൽ നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ശാന്തിയുണ്ടായിരിക്കും എന്ന് പറഞ്ഞത്. മൂസായുടെയും ഹാറൂൻ്റെയും ആൾക്കാർ വിട്ടേച്ചു പോയ ചില അവശിഷ്ടവുമുണ്ടായിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യത്തിൽ പല അഭിപ്രായങ്ങളും കാണപ്പെടുന്നു. തൗറാത്തിൻ്റെ പകർപ്പ് അല്ലെങ്കിൽ അതെഴുതിയ ചില പലകകളോ അതിൻ്റെ കഷ്ണങ്ങളോ എന്നും, മൂസ അലൈഹിസ്സലാമിൻ്റെയും ഹാറൂൻ അലൈഹിസ്സലാമിൻ്റെയും വടികൾ എന്നും, അവരുടെ വസ്ത്രങ്ങൾ എന്നും മറ്റുമൊക്കെ പറയപ്പെടുന്നു. അള്ളാഹുവിനറിയാം. മലക്കുകൾ അത് വഹിച്ചു കൊണ്ടുവരും എന്ന വാക്യത്തെപ്പറ്റി മലക്കുകൾ അത് ത്വാലൂത്തിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു വെച്ചു എന്ന് ഖത്താദ റളിയല്ലാഹുവിൽ നിന്നും, ഒന്നോ രണ്ടോ പശുക്കളെ കെട്ടിയ ഒരു വണ്ടിയിൽ മലക്കുകൾ അത് കൊണ്ടുവന്നു എന്ന് സൗരി റഹിമഹുല്ലയുടെ ഗുരുവര്യന്മാർ പറഞ്ഞതായി അദ്ദേഹത്തിൽ നിന്നും നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഏതായാലും പെട്ടിയുടെ മടങ്ങിവരവ് ത്വാലൂത്തിൻ്റെ രാജത്വത്തിന് ഒരു അടയാളമാണെന്ന് അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. പെട്ടിയുടെ മടങ്ങിവരവിനെപ്പറ്റി ബൈബിൾ വിസ്തരിച്ചു വിവരിച്ചിട്ടുണ്ടെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ രാജത്വത്തിൻ്റെ അടയാളമായി അതിൽ പ്രസ്താവിച്ചിട്ടില്ല. ബൈബിൾ വിവരിച്ചതിൻ്റെ ചുരുക്കം ഇതാകുന്നു. ഫെലസ്തീർ ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ട് ദാഗോൻ അഥവാ ദാജൂൻ എന്ന വിഗ്രഹത്തിൻ്റെ ക്ഷേത്രത്തിൽ വെച്ചു. ദാഗോൻ അതുമൂലം മറിഞ്ഞു വീണുകൊണ്ടിരുന്നു. പിന്നീട് വേറെ സ്ഥലങ്ങളിലേക്ക് മാറ്റിവെച്ചു നോക്കി. അവിടങ്ങളിലും മരണം, എലിശല്യം, മൂലക്കുരു മുതലായ ആപത്തുകൾ സംഭവിച്ചു കൊണ്ടിരുന്നു. അവസാനം ചിലരുടെ ഉപദേശപ്രകാരം അത് മടക്കി അയക്കുവാനും
പൊന്നുകൊണ്ടുള്ള കുറേ വസ്തുക്കളുണ്ടാക്കി അതോടൊപ്പം പ്രായശ്ചിത്തമായി അയക്കുവാനും തീരുമാനിച്ചു. അവയെല്ലാം ഒരു വണ്ടിയിൽ കയറ്റി 2 കറവുള്ള പശുക്കളെ കെട്ടി വണ്ടി വിട്ടു. വണ്ടി തെളിക്കുവാനോ വഴികാട്ടുവാനോ ആളില്ലായിരുന്നു. പശുക്കൾ നേരെ ബേത്തുശേമസിലേക്ക് പോയി. അവിടെ നിന്ന് അതെങ്ങോട്ട് പോകുന്നുവെന്ന് നോക്കുവാൻ പിന്നാലെ ഫെലസ്ത്യപ്രഭുക്കളും പോയിരുന്നു. അവർ അവിടെ നിന്ന് മടങ്ങിപ്പോയി. പിന്നീട് ചില കാരണങ്ങളാൽ യയാരീം നിവാസികൾ അതുകൊണ്ടുപോയി അബീനാദാബിൻ്റെ വീട്ടിൽ വെച്ചു. അവൻ്റെ മകനെ ശുശ്രൂഷക്കേൽപ്പിച്ചു. 7 മാസം അത് ഫിലിസ്ത്യരുടെ അടുക്കലും 20 കൊല്ലം യയാരീമിലും ഇരുന്നു. ഇസ്രായേൽ യഹോവയോട് വിലപിച്ചു. ഈ സമയത്ത് ശമൂവേൽ പ്രവാചകൻ അവരെ ഒരുമിച്ചു കൂട്ടി ഉപദേശങ്ങൾ നൽകി. നിങ്ങൾ യഹോവയിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ തിരിയുന്നുവെങ്കിൽ അന്യ ദൈവങ്ങളെയും പ്രതിഷ്ഠകളെയും നീക്കി യഹോവയെ മാത്രം സേവിക്കണം. എന്നാൽ അവൻ നിങ്ങളെ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. അങ്ങനെ അവർ വിഗ്രഹങ്ങളെയും പ്രതിഷ്ഠകളെയും ഉപേക്ഷിച്ചു. 1 പുസ്തകം ശമൂവേൽ അദ്ധ്യായം 4-8. പെട്ടിയുടെ വരവ് ഇങ്ങനെയാണെങ്കിൽ ആ വണ്ടിയെയും അതിൽ കിട്ടിയ പശുക്കളെയും നിയന്ത്രിക്കുവാനോ തെളിക്കുവാനോ ആളില്ലാതെ അത് വളരെ ദൂരം സഞ്ചരിക്കുകയും വഴിതെറ്റാതെ എത്തേണ്ട സ്ഥലത്ത് വന്ന് നിൽക്കുകയും ചെയ്ത സ്ഥിതിക്ക് അതിൻ്റെ നിയന്ത്രണം നടത്തിയിരുന്നത് ഒരു അദൃശ്യശക്തി തന്നെയായിരിക്കുമെന്നും ഇമാം സൗരി റഹിമഹുല്ലയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട പ്രകാരം അതാണ് മലക്കുകൾ അത് വഹിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യമെന്നും മനസ്സിലാക്കാം. അതുകൊണ്ടാണ് പല വ്യാഖ്യാതാക്കളും ഈ അഭിപ്രായം സ്വീകരിച്ചിരിക്കുന്നതും. ചില ഗ്രന്ഥങ്ങളിൽ പശു എന്നതിനു പകരം കാള എന്നും കാണാം. രണ്ടും തമ്മിൽ വൈരുദ്ധ്യമില്ലാത്തതാകുന്നു. വാസ്തവം അള്ളാഹുവിനറിയാം.